സമൂഹത്തിൽ സഭാമക്കൾ ബന്ധങ്ങളുടെ പാലങ്ങൾ പണിയുന്നവരാകണമെന്ന് ഉജ്ജയിൻ അതിരൂപതാധ്യക്ഷനും സീറോ മലബാർ സഭയുടെ സുവിശേഷവൽക്കരണത്തിനുള്ള സിനഡൽ കമ്മീഷൻ അംഗവുമായ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പറഞ്ഞു. ഫരീദാബാദ് അതിരൂപത ഗാസിയാബാദ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്ന ദേശീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരേന്ത്യയിലെ സീറോ മലബാർ സഭയുടെ സാന്നിധ്യത്തെയും സഭയുടെ സിനഡാത്മക വളർച്ചയും വിശകലനം ചെയ്യുന്ന ദേശീയ ശില്പശാലയിൽ ഫരീദാബാദ്, ബിജ്നോർ, ഗോരഖ്പൂർ രൂപതകളിലെ മെത്രാന്മാരും തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരും സന്യസ്തരും ആത്മായ പ്രതിനിധികളും ഉൾപ്പെടെ 200ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ സഭാപരമായ അധികാരപരിധികൾ പുതുക്കി നൽകപ്പെടുമ്പോൾ ഒരു സിനഡാത്മക സഭ എന്ന നിലയ്ക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നും ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അപ്രകാരം സഭ കൂട്ടായ്മയിൽ പരസ്പരം സഹകരിച്ച് ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുമ്പോൾ സമൂഹത്തിലും സഭാ കൂട്ടായ്മയിലും ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തരേന്ത്യയിൽ സീറോ മലബാർ സഭയ്ക്ക് സഭാപരമായിട്ടുള്ള അധികാരപരിധികൾ പുനർനിശ്ചയിച്ച് നൽകിയത് ദൈവജന രൂപീകരണത്തിനും ഇടയ ശുശ്രൂഷയ്ക്കും സുവിശേഷ പ്രഘോഷണത്തിനുമാണെന്ന് ദേശീയ ശില്പശാലയുടെ ഉദ്ഘാടന വേളയിൽ വീഡിയോ സന്ദേശത്തിലൂടെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഓർമ്മിപ്പിച്ചു. ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹായുടെ മക്കളായ നമ്മൾ ഉത്തരേന്ത്യയിലെ പ്രത്യേക സാഹചര്യങ്ങളെ മനസ്സിലാക്കി കുടുംബങ്ങളുടെയും യുവജനങ്ങളുടെയും കുട്ടികളുടെയും കൂടെ നടക്കുന്ന സുവിശേഷ പ്രഘോഷണ ശൈലി രൂപപ്പെടുത്തണമെന്നും വൈദികരും സന്യസ്തരും അതിനുതകുന്ന രീതിയിൽ ദേവാലയങ്ങളുടെ വാതായനങ്ങൾ അവർക്കായി തുറന്നു നൽകണമെന്നും തട്ടിൽ പിതാവ് ഓർമ്മപ്പെടുത്തി. സീറോ മലബാർ സഭയുടെ കാനോനികപരമായ അധികാരപരിധി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സാഹചര്യത്തിൽ 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പ ഫരീദാബാദ് രൂപത സ്ഥാപിച്ച് ഉത്തരേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ സുശിഷ്യവൽക്കരണത്തിന് അനുവാദം നൽകിയത് ഭാരതം മുഴുവനും സീറോ മലബാർ സഭയ്ക്ക് സുശിഷ്യവൽക്കരണത്തിന് അനുവാദം നൽകുന്നതിന്റെയും കാനോനിക അധികാരപരിധി ഭാരതം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെയും മുന്നാസ്വാദനം ആയിരുന്നെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പറഞ്ഞു. 3 ദിവസങ്ങളായി നടത്തപ്പെടുന്ന ദേശീയ സിംബോസിയത്തിൽ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര, ഫരീദാബാദ് അതിരൂപത സഹായമെത്രാൻ മാർ ജോസ് പുത്തൻവീട്ടിൽ, ഗോരഖ്പൂർ രൂപത മെത്രാൻ മാത്യു നെല്ലിക്കുന്നേൽ, ബിഷപ്പ് എമിരിത്തൂസ് മാർ ജോൺ വടക്കേൽ CMI, ബിഷപ്പ് എമിരിത്തൂസ് മാർ തോമസ് തുരുത്തിമറ്റം CSD, സീറോ മലബാർ സഭയുടെ മേജറാർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ റവർ ഡോക്ടർ എബ്രഹാം കാവിൽപുരയിടത്തിൽ, ഫരീദാബാദ് അതിരൂപത ചാൻസലർ റവർ ഡോക്ടർ മാർട്ടിൻ പാലമറ്റം, റവർ ഡോക്ടർ ജസ്റ്റിൻ വെട്ടുകല്ലൽ MSD, മോൺസിഞ്ഞോർ സിറിയ കൊച്ചാലുങ്കൽ CSD, റവർ സിസ്റ്റർ അഡ്വക്കേറ്റ് ആശാപോൾ CHF, റവർ സിസ്റ്റർ സ്മിത SD, ഡോക്ടർ ജോസഫ് ഇമ്മാനുവൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിവിധ സമയങ്ങളിൽ നടക്കുന്ന പാനൽ ചർച്ചകൾക്ക് ശംഷാബാദ് അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് പാടിയത്ത്, ഫരീദാബാദ് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ ചോഴ്ത്തറ, ബിജ്നോർ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കൊല്ലംകുടി, ഗോരഖ്പൂർ രൂപത ചാൻസലർ റവർ ഫാദർ സതീഷ് എന്നിവർ നേതൃത്വം വഹിക്കും. സമാപന ദിനമായ വ്യാഴാഴ്ച ഡൽഹി ലത്തീൻ അതിരൂപത അധ്യക്ഷൻ റൈറ്റ് റവർ അനിൽ ജെ കുട്ടോ, ഇന്ത്യയിലെ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന മോൺസിഞ്ഞോർ ആൽബർട്ടോ നപ്പോലിറ്റാനോ എന്നിവർ ദേശീയ സിംബോസിയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ചർച്ച് ഡെസ്ക് ഷിക്കാന ന്യൂസ്.